മോട്ടു പത്ലു നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ വളരെ ഇഷ്ടപ്പെട്ട് കണ്ടിരുന്ന ഒരു കോമഡി കാർട്ടൂണാണ്. മോട്ടു പത്ലു, ഡോക്ടർ ജഡ്ക, ഗസീതറാം, ചിങ്കം സാർ, ജോൺ ദി ഡോൺ എല്ലാവരും കൂടെ ഫുർഫുറി നഗറിൽ നടക്കുന്ന രസകരമായ അഡ്വഞ്ചേഴ്സ് ആണ് നമ്മൾ കണ്ടത്. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ഫുർഫുറി നഗറിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഓരോ ദിവസവും പുതിയ വില്ലൻസ് വരുന്നത്? എന്തുകൊണ്ടാണ് മോട്ടു എപ്പോഴും സമൂസ കഴിച്ചാൽ മാത്രം സൂപ്പർ പവർ ലഭിക്കുന്നത്? തിയറി പ്രകാരം മോട്ടു ഒരു സാധാരണ മനുഷ്യനല്ല, അവനൊരു എക്സ്പെരിമെന്റ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, മോട്ടു സമൂസ കഴിക്കുന്നതിന് മുൻപേ ഒരു സാധാരണ മനുഷ്യൻ പോലെയാണ്. പക്ഷെ സമൂസ കഴിച്ചാൽ അവൻ ഒരു വലിയ ട്രക്സ് പൊന്തിക്കും, റോബോട്ട്സിനെ തോൽപ്പിക്കും, വലിയ വില്ലൻസിനെ പരാജയപ്പെടുത്തും. സാധാരണ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവൻ ചെയ്യും. പക്ഷെ ഒരു സമൂസ കഴിച്ചാൽ എങ്ങനെയാണ് ഇത്രയും ശക്തി ലഭിക്കുന്നത്? ഈ തിയറിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക് ടു മല്ലു മിസ്റ്ററീസ്. തിയറി പറയുന്നത് ഈ സമൂസ സാധാരണ സമൂസയല്ല, അതിലൊരു സീക്രട്ട് എനർജി ഫോർമുല ഉണ്ടായിരിക്കും. ഒരു പക്ഷേ ഡോക്ടർ ജഡ്ക അറിയാതെ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് സമൂസ കഴിച്ചാൽ മോട്ടുവിന്റെ ശക്തി ഉണരുന്നത്. മറ്റൊരു സ്ട്രേഞ്ച് ഡീറ്റെയിൽ എന്താണെന്നാൽ, പത്ലു വളരെ ബുദ്ധിമാനാണ്. പക്ഷേ അവൻ ഒരിക്കലും തന്റെ ഇന്റലിജൻസ് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കാറില്ല. അവൻ എപ്പോഴും മോട്ടുവിനെ സഹായിക്കുന്നു. തിയറി പ്രകാരം പത്ലുക്ക് മോട്ടു ഒരു സാധാരണ ഫ്രണ്ട് അല്ല, അവൻ മോട്ടുവിന്റെ പ്രൊട്ടക്ടർ ആയിരിക്കും. കാരണം പത്ലുവിനറിയാം മോട്ടുവിനുള്ളിൽ വലിയ ശക്തി ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അവൻ എപ്പോഴും മോട്ടുവിന്റെ കൂടെ നടക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, മോട്ടു ഇല്ലാത്ത സമയത്ത് പത്ലു വളരെ കുറച്ച് അഡ്വഞ്ചേഴ്സിൽ മാത്രം കാണപ്പെടുന്നു. അതായത് അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അവർ പൂർണ്ണമാകുന്നത്. മറ്റൊരു ക്രീപ്പി ഡീറ്റെയിൽ എന്താണെന്നാൽ, ഫുർഫുറി നഗറിൽ എപ്പോഴും പുതിയ ഡേഞ്ചേഴ്സ് വരുന്നു. ഏലിയൻസ്, റോബോട്ട്സ്, സയന്റിസ്റ്റ്, വില്ലൻസ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഒരേ നഗരത്തിൽ തന്നെ നടക്കുന്നത്? തിയറി പ്രകാരം ഫുർഫുറി നഗർ ഒരു സാധാരണ ടൗൺ അല്ല, അതൊരു എക്സ്ട്രാ ഓർഡിനറി ഇൻസിഡൻസ് നടക്കുന്ന ഒരു സ്പെഷ്യൽ പ്ലേസ് ആയിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പുതിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ എന്താണെന്നാൽ, ജോൺ ദി ഡോൺ എപ്പോഴും വില്ലൻസ് ആവാൻ ശ്രമിക്കുന്നു, പക്ഷേ അവസാനം എപ്പോഴും പരാജയപ്പെടുന്നു. തിയറി പ്രകാരം ജോൺ ദി ഡോൺ യഥാർത്ഥത്തിൽ ഒരു വില്ലൻ അല്ല, അവൻ നല്ലവനാകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സർക്കംസ്റ്റൻസസ് അവനെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് അവന്റെ പ്ലാൻസ് എപ്പോഴും പരാജയപ്പെടുന്നത്. മറ്റൊരു ഇമോഷണൽ ഡീറ്റെയിൽ എന്താണെന്നാൽ, മോട്ടു എപ്പോഴും സമൂസ സ്നേഹിക്കുന്നു. നമ്മൾ അത് കോമഡിയായി കാണുന്നു. ഒരു പക്ഷേ സമൂസ അവന് ഭക്ഷണം മാത്രമല്ലെങ്കിലോ? അത് അവന്റെ കോൺഫിഡൻസ് ആയിരിക്കാം, അത് അവന്റെ സന്തോഷമാണ്, അത് അവന്റെ ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് സമൂസ ഇല്ലാതെ മോട്ടു കുറച്ച് വീക്കായി കാണപ്പെടുന്നത്. പക്ഷെ സമൂസ കഴിച്ചാൽ അവൻ വീണ്ടും ഹീറോ ആകുന്നു. തിയറി ഇവിടെയും അവസാനിക്കുന്നില്ല. മോട്ടു പത്ലും രണ്ട് വ്യത്യസ്ത ശക്തികളാണ്. മോട്ടു ശക്തിയെ റെപ്രസെന്റ് ചെയ്യുന്നു, പത്ലു ബുദ്ധിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ഈ രണ്ടും ഒന്നിച്ചാൽ മാത്രം വിജയം ഉണ്ടാകും. അതുകൊണ്ടാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇത്രയും ശക്തമായത്. ഒരുപക്ഷെ കാർട്ടൂൺ നമ്മളോട് പറയുന്നത് ഇത്രയായിരിക്കാം: ശക്തി മാത്രം മതിയല്ല, ബുദ്ധിയും വേണം. ബുദ്ധി മാത്രം മതിയില്ല, ധൈര്യവും വേണം. ഫൈനൽ ഡാർക്ക് തിയറി എന്താണെന്നാൽ, മോട്ടു പത്ലു ഒരു കോമഡി കാർട്ടൂൺ മാത്രമല്ല, ശക്തിയും ബുദ്ധിയും ഒന്നിച്ചാൽ മാത്രം ജീവിതത്തിൽ വിജയം ഉണ്ടാകും എന്ന വലിയ സന്ദേശം ഒളിപ്പിച്ചിരിക്കുന്ന ഒരു സ്റ്റോറി ആയിരിക്കും. മോട്ടു ഇല്ലാതെ പത്ലു ഒന്നുമല്ലാതാകുന്നു, പത്ലു ഇല്ലാതെ മോട്ടുവും. അപ്പോൾ ഈ മോട്ടു പത്ലു എന്ന കാർട്ടൂണിൽ ഇങ്ങനെ ഒരു തിയറി ഉണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ തിയറി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാർട്ടൂൺ ഇനിയും വാച്ച് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതിന്റെ ഡാർക്ക് സൈഡ് വ്യക്തമാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് മീ മല്ലു മിസ്റ്ററി സൈനിങ് ഔട്ട്.